ഹായ് ജോസിയും ഗ്രീനോട് സ്വാഗതം. ഇത് നമ്മൾ 2 ആഴ്ച മുമ്പ് ഒരു അരിസ്റ്റക്കടയിൽ നിന്നും പിടിച്ച ഒരു തേനീച്ചക്കൂടാണ്. അതിൽ നമ്മളൊരു അട ഇട്ട് കൊടുത്തിരുന്നു, ഒന്നല്ല 2 അട ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം നോക്കാം. അതുപോലെ തന്നെ പലരുടെ ഒരു സംശയമുണ്ട്, റാണി ഇപ്പോൾ പുതുക്കാറായോ എന്ന്. അങ്ങനെ ഒരുപാട് ടിപ്പുകൾ ഈ വീഡിയോയിലുണ്ട്. എല്ലാവരും ഈ വീഡിയോ മൊത്തമായിട്ട് കാണുക. എന്നിട്ട് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് കൂടെ നോക്കാം. അത് അങ്ങോട്ട് നോക്കിയോ, നല്ല വളർച്ചയാണ്. കണ്ടോ, 6 അട അവരുണ്ടാക്കി കഴിഞ്ഞു 2 ആഴ്ച കൊണ്ട്. കണ്ടല്ലോ, 6 അടയല്ല, 2 അട കൊടുത്തിരുന്നു, ബാക്കി അവർ ഇട്ടിരുന്നു കേട്ടോ. കുത്തിയൊന്നുമില്ല, കുത്താതെ പോയി എന്നെ കണ്ടിട്ട്. കണ്ടല്ലോ, 1 ബി സ്പേസൊക്കെ ഉണ്ട്. 1 2 3 4 5 6 അടയുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാം. തേനീച്ചക്കൂടിനെ പിരിക്കാറായ ചോദിച്ചിട്ടുണ്ട്. തേനീച്ചക്കൂടിനെ വേണേൽ പിരിക്കാം, പക്ഷേ റാണിയെ ഇപ്പോൾ പുതുക്കരുത്. റാണിയെ പുതുക്കുന്ന സമയം ഒരു സെപ്റ്റംബർ ഒക്ടോബർ സമയത്താണ്. അപ്പോൾ സൂപ്പർ സീജർ റാണികളുണ്ടാകും, അതുപോലെ സാധാരണ സ്വാമിങ് റാണികളും ഉണ്ടാകും, നല്ല ശക്തിയുള്ള റാണികളുണ്ടാകും. അപ്പോൾ ഇപ്പോൾ റാണിയെ പുതുക്കിയാൽ ചിലപ്പോൾ നമ്മൾ 2 ആയിട്ട് കോളനി ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ഒരു റാണി ചിലപ്പോൾ മിസ്സാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ മെയ്റ്റിങ്ങിന് ഈ കാലാവസ്ഥ മോശം വരെങ്കിൽ മെയ്റ്റിങ്ങിന് പോയ ശേഷം തിരിച്ച് വരാതിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല പൂമ്പൊടിയും നല്ല കാലാവസ്ഥയുള്ള സമയത്തെ മാത്രമേ തേനീച്ചക്കൊള്ളിനെ പിരിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ പിരിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. മടിയന്മാരൊക്കെ ആകട്ടെ എന്ന് കരുതിയിട്ടാണ്. സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് ഇതിനെ പിരിക്കാൻ സാധിക്കും. അപ്പോൾ ഫെയിൽ ചെയ്തിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തേക്ക് കാത്തിരിക്കുക, കാലാവസ്ഥ നല്ല പ്രസന്നമാകട്ടെ. പക്ഷേ ഡിസംബറിൽ നമ്മൾ പിരിക്കാൻ പോയാൽ ഈ റാണി മെയ്റ്റ് ചെയ്ത് വരാനായിട്ട് ഒരു സാധ്യത കുറവാണ്. അപ്പോൾ അതിനു മുമ്പേ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു സെപ്റ്റംബർ ഒക്ടോബർ സമയത്തും അതുപോലെ നവംബർ വരെ നമുക്ക് പിരിച്ചാൽ നല്ല വിജയം കണ്ടെത്താൻ പറ്റും. ജനുവരി ആകുമ്പോൾ നല്ലപോലെ തേൻ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഈ സമയത്ത് റാണിയെ പുതുക്കുന്നത് ഒഴിവാക്കുക. റാണി അവിടെ നിലനിന്നോട്ടെ. നമുക്ക് ഒരു സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് റാണിയെ പുതുക്കുകയും അതുപോലെ വേറെ റാണിമുട്ട കൊടുത്ത് ആ കൂടിനെ രക്ഷിക്കുകയും ചെയ്യാം. തേനീച്ചക്കൊള്ളിനെ ഇതുപോലെ ചെയ്യണം. ഇതുപോലെ ഓരോന്നും ഇങ്ങോട്ട് നോക്കി പുതുക്കണം. വെള്ളയടയായിരിക്കുകയാണ്. ഉണ്ടോ, കൊണ്ട് നോക്ക്, എല്ലാം വെള്ളയടയാക്കിയിരിക്കുകയാണ്. ഇതുപോലെ വെള്ളയടയാക്കണം. ഇങ്ങനെ എല്ലാ സൈഡിലെ അടകളെല്ലാം കളഞ്ഞിരുന്നു. ഇത് പുതിയ അട ഉണ്ടാക്കിയതാണ്. ഇനി വേറെ ഒരു കൂടെ കാണിക്കാം. ഇത് ഫീഡിങ്ങിന് വേണ്ടി വെച്ചാണ്. ഇതുപോലെ സൂപ്പറൊന്നും ഇനി വെക്കണ്ട. ഈ മഴക്കാലം കഴിഞ്ഞ ശേഷം നമുക്കൊരു ജനുവരി ആകുമ്പോൾ ഫീഡിങ് സൂപ്പർ വെച്ചാൽ മതി. സൂപ്പർ ഫീഡിങ് സമയത്ത് സൂപ്പർ വെക്കാം കേട്ടോ. ഇതുപോലെ വെക്കാം. നീച്ചുള്ള ഇറങ്ങി പോക്കോളൂ, അവിടെ കൂട്ടിലേക്ക് പോക്കോളും. ചൂട് തന്നെ വെക്കണം. അടുത്ത കോളനി നോക്കാം. ഇതുപോലെ അടകളെ ഞാൻ പുതുക്കുന്നതാണ് കേട്ടോ. ഇത് ഫീഡിങ്ങൊക്കെ കൊടുത്തതാണ്. അതൊക്കെ കാണിക്കാതെ നമ്മളിതെല്ലാം നോക്കാൻ പോവാണ്. സാവകാശം ഇതെല്ലാം കരിഞ്ഞോടിയന്മാരാണ് കേട്ടോ. സാവകാശം നോക്കിയാൽ നമ്മളെ കുത്തുമൊന്നുമില്ല. നമ്മൾ കുത്തും. കണ്ടോ, ഇനി അടകൾ നോക്കി, എല്ലാം പുതിയ അടകളാക്കിയിട്ടുണ്ട്, വെള്ള അടകളാക്കിയിട്ടുണ്ട്. അങ്ങോട്ട് നോക്കി, ഇതെല്ലാം ഞാൻ അഴുക്കടകൾ 1 2 3 അടകൾ പല പ്രാവശ്യമായിട്ട് മാറ്റിയതാണ് കേട്ടോ. 2 ആഴ്ചയ്ക്ക് ഒരിക്കൽ പല പ്രാവശ്യമായിട്ട് മാറ്റിയിരുന്നു. അഴുക്കടകൾ പറഞ്ഞാൽ കറുത്ത അടകളും മെഴുകുഴു കയറിയ കിഴുത്തിയുള്ള അടകളൊക്കെ, കറുത്ത അടകൾ, ഈ തവിട്ട കറുത്ത നിറമുള്ള ഈ ബ്ലാക്ക് കളറുള്ള അടകൾ നീക്കിയിരുന്നു. അപ്പോൾ അവരെല്ലാം പുതുതായിട്ട് അടകൾ കെട്ടി ഫീഡിങ് കൊടുത്തപ്പോൾ കണ്ടോ, വെള്ള അടകൾ. ഇനിയും വേണേൽ നമുക്ക് പിരിക്കാൻ പറ്റും. പക്ഷേ പിരിക്കാൻ ഏറ്റവും ഉചിതമായ സമയം നല്ല പ്രസന്നമായ കാലാവസ്ഥയിൽ ഒരു സെപ്റ്റംബർ മാസമാണ് ഏറ്റവും നല്ല. സെപ്റ്റംബർ ഒക്ടോബർ ആ സമയത്താണ് പിരിക്കാൻ ഏറ്റവും ഉചിതമായത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ പ്രയോജനപ്പെടുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക.